ഗൈസ് എനിക്കാണെങ്കിലല്ലേ ഇവിടെ ഇപ്പം എന്തായാലല്ലേ ഒരു ഇൻഫർമേഷനാണ് കിട്ടുക കേട്ടാ. ഇതെന്ന് വെച്ചാലില്ലേ ഒരു അടിപൊളി ഇൻഫർമേഷനുകളൊക്കെയാണ് കേട്ടാ. എന്താണ് സംഭവം എന്ന് വെച്ചാലില്ലേ നമ്മുടെ സിറ്റിയിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലേ ഒരു പുതിയതായിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള വേറെ ലെവലായിട്ടുള്ള ഒരു കാറുകളൊക്കെ എന്തായാലും വരാനായിട്ട് എന്തായാലും പോവുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ പിന്നെ ആ വണ്ടി അങ്ങ് അടിച്ചു മാറ്റിയിട്ട് എനിക്ക് കാര്യമെന്ന് വിചാരിച്ചേ. ഓക്കെ, നമ്മുടെ ഫ്രാങ്ക്ലിനാണെങ്കിൽ മൊത്തത്തിൽ എന്തായാലും മാസ്ക് ഒക്കെ വെച്ച് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, നമുക്കപ്പോൾ ആ ഒരു വണ്ടി അങ്ങ് അടിച്ചു തരാൻ പോകട്ടെ. ഓക്കെ, എവിടെയാണ് ആ വണ്ടി പറഞ്ഞതെന്ന് വെച്ചാൽ അത് ട്രെയിനിലാണ് കേസ് ആ ഒരു വണ്ടി പറഞ്ഞതെന്ന് വെച്ചാൽ കേട്ടോ. ഓക്കെ, ആ ഒരു കാർ കണക്ക് ട്രെയിനിൽ കളക്കാനായിട്ടാണ് പറഞ്ഞതെന്ന് വെച്ചാൽ കേട്ടോ. നൈസ് കാറാണ്. ഓക്കെ, ഒരു കിടിലൻ പെട വണ്ടി എന്നാണ് പറഞ്ഞു വെച്ചാൽ കേട്ടോ. സ്പെഷ്യലായിട്ട് ഇമ്പോർട്ട് ചെയ്ത കാർ എന്നാണ് പറഞ്ഞത്. അത് മാത്രമല്ല ആ വണ്ടി ഗോൾഡ് കൂടെയാണ്. ഓക്കെ, ഗോൾഡ് വെച്ച് ബിൽഡ് ചെയ്ത വണ്ടിയെന്നും കൂടെയാണ് പറഞ്ഞതെന്ന് വെച്ചാൽ കേട്ടോ. ഓക്കെ, ട്രെയിനിലെ പാസഞ്ചർ ട്രെയിനിലൊക്കെ യാതൊരു ട്രെയിനിൽ കൊണ്ടുവരുമെന്നാണ് നമ്മുടെ ലെസ്റ്റർ പറഞ്ഞു കേട്ടോ. നമ്മുടെ ലെസ്റ്ററാണ് നമുക്കൊരു ഇൻഫർമേഷൻ തന്നത് കേട്ടോ. കൂടുതൽ ഗുഡ്സ് ട്രെയിനിന് വരാനാണ് ചാൻസ് എന്ന് വെച്ചാൽ കേട്ടോ. എന്നാലും നമ്മുടെ ലെസ്റ്റർ പറഞ്ഞു എല്ലാ ട്രെയിനും നോക്കി വയ്ക്കും. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ നമ്മുടെ ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിയാണ് ഗൈസ്. ഓക്കെ, പാസഞ്ചർ ട്രെയിൻ അല്ലെങ്കിൽ ഗുഡ്സ് ട്രെയിനിൽ വരെ അവർ കയറ്റിക്കൊണ്ട് വരും ഗൈസ്. ഓക്കെ, അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും നേരെ ഇപ്പം റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് പോട്ടെ. ഓക്കെ, നമ്മൾ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഇട്ടല്ല കേസ് നമ്മൾ ഈ ഒരു ട്രെയിനിനെ ഹൈജാക്കി നമ്മൾ വണ്ടി എടുക്കാൻ പോണേന്ന് വെച്ചാൽ. ഓക്കെ, നമ്മുടെ സിറ്റിയിലാണെങ്കിൽ പുതിയതായിട്ടൊരു ടണലുകളൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ആ ഒരു ടണലിൽ വെച്ച് നമുക്ക് എന്തായാലും വണ്ടികളൊക്കെ നൈസർ അങ്ങ് ഹൈജാക്ക് ചെയ്ത് എടുക്കാം ഗൈസ്. ഓക്കെ, അങ്ങനെയാണ് എൻ്റെ മനസ്സിലുള്ള ഒരു പ്ലാൻ എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ ഗൈസ് അപ്പോൾ ഇവിടെ നിന്നാണ് കേട്ടോ ഒരു ട്രെയിൻ പറഞ്ഞു വെച്ചാൽ. ഇവിടെ ഇപ്പം നമ്മുടെ ഏതാണ് റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ട്രെയിനൊന്നും തന്നെ ഇല്ല ഗൈസ്. ഓക്കെ, നമുക്കപ്പോൾ ഇനിയിപ്പോൾ നേരെ ആ ഒരു ടണൽ പറഞ്ഞ ആ ഒരു ഏരിയയിലോട്ട് പോകാം ഗൈസ്. ഓക്കെ, നമുക്കപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ട്രെയിനിനെ നൈസായിട്ട് അങ്ങ് ഹൈജാക്ക് ചെയ്യാം ഗൈസ്. ഓക്കെ, അതാണ് എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ. ഇവിടെ വെച്ച് ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ കാണാം ഗൈസ്. ഓക്കെ, ഇവരെ പിന്നെ ഇത് പോലീസിനെ അറിയിക്കാതെ പിന്നെ വലിയ പ്രശ്നമാകും ഗൈസ്. ഓക്കെ, ഓക്കെ ഗൈസ് അവിടെ നിന്നൊരു ഗുഡ്സ് ട്രെയിനാണ് കേട്ടോ പറഞ്ഞതെന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ ഗൈസ് അപ്പോൾ അങ്ങോട്ട് ഗുഡ്സ് ട്രെയിനാണ് പറഞ്ഞത് കേട്ടോ. നമ്മുടെ അപ്പോൾ ലെസ്റ്റർ പറഞ്ഞാൽ ശരിയാണ് ഗൈസ്. ഓക്കെ, ഗുഡ്സ് ട്രെയിൻ അല്ലെങ്കിൽ പാസഞ്ചർ ട്രെയിൻ ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും ലെസ്റ്ററിനെ വിളിച്ച് പറയാം ഗൈസ്. ഈ ട്രെയിൻ ജസ്റ്റ് എന്തായാലും ഒന്ന് ഹാക്ക് ചെയ്യാം ഗൈസ്. കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഹാക്ക് ചെയ്യാൻ പറയാം ഗൈസ്. ഓക്കെ, ഓക്കെ ഗൈസ് നമ്മളെന്തായാലും ലെസ്റ്ററിൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറയാം. നമ്മളെന്തായാലും ഹാക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ട്രെയിൻ തന്നെയാണ് ഗൈസ് നമുക്ക് വേണ്ടതെന്നില്ല. ലെസ്റ്റർ ആദ്യം വിചാരിച്ച് പാസഞ്ചർ ട്രെയിനിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഗുഡ്സ് ട്രെയിൻ അങ്ങനത്തെ ട്രെയിൻ ആയിരിക്കും ലെസ്റ്റർ വിചാരിച്ചതെന്ന് വെച്ചാൽ കേട്ടോ. ഓക്കെ, പക്ഷേ ഈ ഒരു ഗുഡ്സ് ട്രെയിനിൽ തന്നെയാണ് ഗൈസ് ആ ഒരു കാർ ഉള്ളതെന്ന് വെച്ചാൽ കേട്ടോ. നമ്മുടെ ലെസ്റ്റർ ഹാക്ക് ചെയ്തപ്പം ഈ ഒരു ട്രെയിനിൽ കണക്കാണ് ലൊക്കേഷൻ കാണിക്കുന്ന ചിലട്ടോ ആ ഒരു വണ്ടിയുടെ. ഓക്കെ, നമുക്കപ്പോൾ ഈ ഒരു ഡിഫൻഡർ കൊണ്ട് നേരെ നമുക്ക് എന്തായാലും ആ ഒരു ടണലിൽ പോകാം ഗൈസ്. എന്നിട്ട് നമുക്ക് എന്തായാലും അവിടെ ഹൈഡായിട്ട് നിൽക്കാം ഗൈസ്. ഓക്കെ, എന്നിട്ട് ഈ ഒരു ട്രെയിൻ നമുക്ക് അവിടെ വെച്ച് ഹൈജാക്കി അപ്പോൾ ആരും അറിയത്തില്ല ഗൈസ്. ഓക്കെ, ഓക്കെ അപ്പോൾ ഗൈസ് അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു ടണലെന്ന് വെച്ചാൽ. ഓക്കെ, ആ ഒരു ട്രെയിനുകളൊക്കെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നൈസായിട്ട് അങ്ങ് എടുത്തു ഗൈസ്. ഓക്കെ, ആ ഒരു ട്രെയിൻ ഇപ്പോൾ ഹൈ സ്പീഡിൽ എന്നാലും വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് നല്ല സ്പീഡുള്ള ഒരു ട്രെയിനാണ് കേട്ടോ. നമുക്കപ്പോൾ എന്തായാലും നമ്മുടെ ഡിഫൻഡർ നമുക്ക് എന്തായാലും ഇവിടെ എന്തായാലും പാർക്ക് ചെയ്യാം ഗൈസ്. എന്നിട്ട് നമുക്ക് എന്തായാലും ഈ ഒരു വണ്ടിയുടെ അകത്ത് നമുക്ക് എന്തായാലും ഇറങ്ങാം ഗൈസ്. ഓക്കെ, ഈ വണ്ടിക്കൊന്നും പറ്റില്ല ഗൈസ്. ഇതിൻ്റെ ഒരു ഡോർ പോയി അത് കുഴപ്പമില്ല ഗൈസ്. ഓക്കെ, അത് നമുക്ക് പിന്നെ സഹിക്കാം ഗൈസ്. ഓക്കെ, പക്ഷേ ഈ വണ്ടി മൊത്തത്തിൽ പൊളിഞ്ഞ പണിയാവും ഗൈസ്. ഓക്കെ, നമ്മുടെ കയ്യിലാണെങ്കിൽ പിന്നെ ഉണ്ടാ മിനി ഗണ്ണാണ് ഗൈസ് ഇരിക്കണത് എന്തെല്ലാം മിനി ഗൺ. ഓക്കെ, ഇത് വെച്ച് എന്തായാലും ഗൈസ് ആ ഒരു ട്രെയിനിനെ നമുക്ക് നശിപ്പിക്കാൻ പറ്റും ഗൈസ്. ഓക്കെ, ആ ഒരു ട്രെയിനിൻ്റെ അകത്ത് കളക്കാണ് ആ ഒരു കാറുകളൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ കേട്ടോ. സ്പെഷ്യലായിട്ടുള്ള ഒരു കാർ. ഓക്കെ, ഈ ഒരു ട്രെയിൻ ഈ ഒരു ടണലിൽ തന്നെ വരും ഗൈസ്, അത് ഉറപ്പാണ് ഗൈസ്. ഓക്കെ, ഓക്കെ ഗൈസ് ആ ഒരു ട്രെയിനുകളൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട്. നമുക്ക് വെടി വയ്ക്കാം ഗൈസ്. ഓക്കെ, എൻ്റെ മോൻ ഇത് നിർത്താൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല ഗൈസ്. ഓക്കെ, എൻ്റെ മോനെ നിർത്താൻ പറ്റിയാൽ മതി. ഓക്കെ, എൻ്റെ മോനെ ഗൈസ് നമ്മളങ്ങനെ ട്രെയിനിനെ മാക്സിമം നമ്മളെന്തായാലും അടിക്കുകയാണ് കേട്ടോ. എൻ്റെ മോൻ ഇതെന്താണടാ ആ ട്രെയിൻ നിന്നില്ലേ? പക്ഷെ എൻ്റെ മോൻ ഇതെന്ത് സാധനമാണല്ലേ പോയത്. ഓക്കെ ഗൈസ് നൈസായിട്ട് പണിപ്പാളെ കേട്ടോ. ഓക്കെ, ഈ ഒരു ട്രെയിനാണെങ്കിൽ നമ്മുടെ ഈ ഒരു ടണലിൻ്റെ വെളിയിൽ നിന്ന് ഇറങ്ങണതിന് മുമ്പേ തന്നെ ഗൈസ് ആ സാധനത്തിൽ നമുക്ക് പൊക്കണം ഗൈസ്, അല്ലാതെ ശരിയാവത്തില്ല കേട്ടോ. കേറാ ഫ്രാങ്ക്ലിനെ, ഇതെന്ത് തേങ്ങയാണ് ഗൈസ്. ഓക്കെ, ഓ ആ ട്രെയിനാണ് ഈ ടണലിലെ വെളിയിൽ ഇറങ്ങിയ പിന്നെ പണി പാളി കേസ്. ഓക്കെ, പിന്നെ നല്ല 8ൻ്റെ പണി കിട്ടും കേസ്. ഓക്കെ, നമ്മുടെ ഈ ഒരു ഡിഫൻഡറാണെങ്കിൽ പൊളിഞ്ഞും പോയി കേസ്. ഓക്കെ, ഇതിൻ്റെ ഒരു ഡോർ പോയി നമ്മൾ വണ്ടി ചവിട്ടി നിർത്താനായിട്ട് അവിടെ കൊണ്ട് ഇടിച്ചേറ്റി കൊടുത്തു. ഓക്കെ, അത് കുഴപ്പമില്ല, നമുക്ക് ആ ട്രെയിനെ പിടിച്ചേ പറ്റും കേസ്. ഓക്കെ, എന്തൊക്കെ പറഞ്ഞാലും ശരി ആ കാർ അടിച്ചു മാറ്റിയാൽ പറ്റും കേസ്. ഓക്കെ, ഓടാ ടണലിൻ്റെ വെളിയിൽ ഏകദേശം എത്താറായി കേസ്. ഓക്കെ, ആ ട്രെയിനാണെങ്കിൽ റോക്കറ്റ് വിട്ടോലാണ് പോയെന്ന് വെച്ചാൽ കേട്ടോ. എന്നാലും നമുക്ക് അതേ സ്പീഡിൽ പോകട്ടെ. നമ്മുടെ ഡിഫൻഡർ അടിപൊളി വണ്ടിയാണ്. ഏത് സാഹചര്യത്തിൽ വേണമെങ്കിൽ നമുക്ക് ഈ വണ്ടി ഓടിക്കാൻ പറ്റും കേസ്. ഓക്കെ, ആ ട്രെയിൻ ഇവിടെ കാണാനില്ല കേട്ടോ. ഓക്കെ, ആ ട്രെയിൻ താണ്ട് അവിടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തവസ്ഥയാണല്ലോ കേസ്, ഈ സാധനത്തിന് പൊക്കാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് തന്നെ ചേസ് ചെയ്ത് പിടിക്കാം കേസ്. ഓക്കെ, ആ ട്രെയിൻ താണ്ട് അവിടെ പൊയ്ക്കൊണ്ടിപ്പോണ്ട് നല്ല സ്പീഡിലാണ് കേട്ടോ സാധനം പോണേന്ന് വെച്ചാൽ കേട്ടോ. ഓക്കെ, നമ്മൾ വിചാരിക്കണ പോലെ അല്ല എൻ്റെ പൊന്നെ, എന്തുകൊണ്ടേ റോക്കറ്റാ. ഓക്കെ,
എന്തൊക്കെ പറഞ്ഞാലും മറ്റേ വണ്ടി അടിച്ചു മാറ്റിയിടുന്ന കാര്യം കേസ്. ഓക്കെ കേസ്, ഇവിടെ ഇപ്പം എന്തല്ല ആ ട്രെയിനുകളൊക്കെ ഏകദേശം വരാറായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഡിഫൻഡർ അവിടെ ഇട്ടിട്ട് അവിടെ കുറെ സ്റ്റിക്കി ബോംബ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ കേസ്, നമ്മളങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാനൊക്കെ ചെയ്തേക്കാണ്. ഓക്കെ കേസ്, എൻ്റെ മോൻ എല്ലാ ബോംബും പൊട്ടിത്തെറിച്ചേക്കാണ്. ആ ട്രെയിൻ നിന്നാ എൻ്റെ പൊന്നെ കേസ്, ഒന്നും പറയണ്ട കേട്ടോ. വലിയൊരു ചേസ് ആയിരുന്നു കേട്ടോ. നമുക്കാണെങ്കിൽ ആ ട്രെയിൻ കയറിയ സമയത്ത് നമുക്കാണെങ്കിൽ ഹൈജാക്ക് ചെയ്യാൻ പറ്റിയില്ല. ആ സമയത്ത് നമുക്ക് എന്തായാലും ഇല്ല, നമ്മുടെ ബോംബുകളൊക്കെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും ഈ ഒരു ട്രെയിൻ നിന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഏതൊരു ഇതുങ്ങളൊക്കെ പൊട്ടിയിട്ടെന്തായാലും ഉണ്ട് കേട്ടോ. ഏതൊരു എഞ്ചിനുകളൊക്കെ പൊട്ടിയിട്ടുണ്ട്. അത് ഉറപ്പാണ് കേസ്. അതുകൊണ്ടാണ് ഈ ഒരു ട്രെയിൻ നിന്നെന്ന് വെച്ചാൽ കേട്ടോ. എൻ്റെ പൊന്നെ വലിയൊരു ഗുഡ്സ് ട്രെയിനാണ് കേട്ടോ. ഇതിൻ്റെ അകത്താണ് ആ ഒരു വണ്ടി ഇരിക്കണമെന്നാണ് കേസ് നമ്മുടെ ലെസ്റ്ററുകളൊക്കെ നമ്മളോട് പറഞ്ഞതെന്ന് വെച്ചാൽ കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഒരു ഡെക്കുണ്ട്, ഇതിൻ്റെ അകത്തായിരിക്കും ലൈസ്. കാറൊക്കെ ഇതിൻ്റെ അകത്ത് ഒരിക്കലും കയറില്ലേസൊക്കെ മിക്കവാറും ഈ കണ്ടെയ്നറിൻ്റെ അകത്തായിരിക്കും. പക്ഷേ ഈ കണ്ടെയ്നറിൻ്റെ എങ്ങനെ ഇറക്കുമെന്നാണ് എനിക്കൊരു സംശയം തരാട്ടെ. ഇതിൻ്റെ സൈഡ് പൊളിച്ചെടുക്കുക ഗൈസ്. എന്തായാലും ഇതിൻ്റെ എഞ്ചിനെ തകർക്കാൻ പറ്റിയ ബോംബ് വെച്ച് എന്തായാലും നമുക്ക് ഈ കണ്ടെയ്നർ അടിച്ച് പൊട്ടിക്കാൻ പറ്റിയത് അത് ഉറപ്പനാണ്. നമുക്കപ്പോൾ ഈ ഒരു കണ്ടെയ്നർ അങ്ങനെ ഐസാൽ അങ്ങ് പൊട്ടിക്കാം കേട്ടോ. ഒരു കാര്യം ചെയ്യും, എന്തായാലും പൊട്ടിച്ച സ്ഥിതിക്ക് ഫുൾ അങ്ങ് ഇളവട്ടെ ഇതൊക്കെ. നമുക്ക് കുറച്ച് റോക്കറ്റ് ലോഞ്ചർ കൂടെ വിടാം ഗൈസ്. ഈ RPG കൂടെ വിട്ട് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഈ സാധനം ഇളവി പൊട്ടും ഗൈസ്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് കാർ കിട്ടും. അത് കാറാണെന്ന് അറിയണം കേട്ടോ. അപ്പോൾ കാർ കാണുന്നതിന് മുമ്പ് ഇതുവരെയായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ വീഡിയോ ഇതുവരെയായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാതുകൊണ്ട് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ചാനലോട് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വീഡിയോസ് എനിക്ക് അപ്പോഴും നിങ്ങൾക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻ എനേബിൾ ആവുന്നതാണ് കേട്ടോ. അതേപോലെ നമ്മൾ ഒത്തിരി വീഡിയോസ് കുറേ പേര് എന്തായാലും കാണാതായിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. അതെല്ലാവരും പോയി ഒന്ന് കാണാം. അത് മാത്രമല്ല നമ്മുടെ സെക്കൻഡ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ. അതിൽ ഞാൻ ഷോർട്സും വീഡിയോസും ഇടുന്നതാണ്. ഏതെങ്കിലും ഒരു ദിവസം വീഡിയോ ഇടാൻ കേസൊക്കെ ഞാൻ എന്നും പറയും നാളെ ഇടുമെന്നൊക്കെ. പക്ഷേ എനിക്കിടാൻ പറ്റൂല കേസൊക്കെ. ഞാൻ മറന്നുപോയി കേസ്, അതുകൊണ്ടാണ് സോറി കേസൊക്കെ. എന്തെങ്കിലും ഇടാൻ കേസൊക്കെ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്തായാലും വയ്യാട്ടോ. നമുക്കപ്പോൾ ഈ സാധനം എന്തായാലും ഇല്ല, റോക്കറ്റ് ലോഞ്ചർ ഇട്ടെങ്കിൽ ഈ സാധനം പൊട്ടിച്ച് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കാർ എടുക്കാം കേസൊക്കെ. എൻ്റെ പൊന്ന് കേസ്, നമുക്ക് കിട്ടിയ കാർ ഉണ്ടോ നിങ്ങളൊക്കെ? നമുക്ക് കിട്ടിയൊരു ഗോൾഡൻ ലാൻഡ് ക്രൂസറാണ് കേസൊക്കെ. നമ്മുടെ ടൊയോട്ടയുടെ ലാൻഡ് ക്രൂസറിലൊക്കെ ഇതാണ് കേസ് നമുക്ക് കിട്ടിയ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വണ്ടിയാണ് കേട്ടോ. നമ്മുടെ ഡിഫൻഡർ അവിടെ കിടപ്പുണ്ട്, അത് നമുക്ക് പിന്നെ ശരിയാക്കാം കേസൊക്കെ. ഡോറൊക്കെ പൊളിഞ്ഞൊക്കെ ശരിയാക്കാനൊക്കെ നമ്മളതിൽ പൈസ ഉണ്ട് കേസൊക്കെ. അതൊക്കെ നമുക്ക് ശരിയാക്കട്ടെ. ഡിഫൻഡർ അവിടെ കിടക്കട്ടെ. വണ്ടി ലോക്കൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നാലും കേസ് നമുക്ക് കിട്ടിയ വണ്ടി ഉണ്ട് ലാൻഡ് ക്രൂസറൊക്കെ. അതുമാത്രമല്ല ഈ വണ്ടി ഗോൾഡും കൂടെയാണ്. ഗോൾഡൻ ആയിട്ടുള്ള ലാൻഡ് ക്രൂസറാണ് നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ കേട്ടോ. ഇതിപ്പോൾ ഏതായാലും കൊള്ളാം കേസൊക്കെ. എന്തായാലും ഇത് എല്ലായിടത്തും എന്തായാലും പണിയാവും കേസ്. എന്ന് വെച്ചാൽ മീൻസ് എല്ലായിടത്തും ഈ സാധനം ഈ ഒരു കേസ് നമുക്ക് പടരും കേസ്. അതായത് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ട്രെയിനുകളൊക്കെ ഹൈജാക്ക് ചെയ്താണല്ലോ ഈ ഒരു വണ്ടികളൊക്കെ നമ്മൾ തട്ടിയെടുത്തതെന്നല്ല. അതുകൊണ്ട് തന്നെ കേസിന് പടരാൻ ചാൻസ് ഉണ്ട്. പടർന്നാലും കുഴപ്പമില്ല കേസൊക്കെ. നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങോട്ടെങ്കിലും ഈ വണ്ടി ഒളിപ്പിക്കണം കേസൊക്കെ. നമ്മുടെ വീടിൻ്റെ ബാക്കിൽ തന്നെ നമുക്ക് എന്തായാലും പാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അകത്ത് നമുക്ക് വെക്കാൻ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. എന്തായാലും ഈ വണ്ടിയെ വിൽക്കണല്ലോ. കാരണം വെച്ചാൽ ഈ വണ്ടി എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമായി കേസൊക്കെ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിൻ്റെ ഗോൾഡ് ഉരുക്കി വിൽക്കാം കേസൊക്കെ. ഈ വണ്ടിയിലുള്ള ഗോൾഡ് ഇല്ലേ, ഗോൾഡ് നമുക്ക് ഉരുക്കി വിൽക്കാം. എന്നിട്ട് വണ്ടി നമുക്ക് വേറെ ഏതെങ്കിലും ബ്ലാക്കോ അല്ല കളർ അടിച്ചെടുക്കാം കേസൊക്കെ. എനിക്ക് വണ്ടി നല്ല രീതിക്ക് ഇഷ്ടമായി കേസൊക്കെ. ഈ ഗോൾഡ് രീതിയിൽ കൊണ്ടുനടക്കാൻ അത്രയ്ക്ക് നല്ല കാര്യമല്ല. കാരണം വെച്ചാൽ വണ്ടീനെ എവിടെയെങ്കിലും തട്ടണമെങ്കിൽ വണ്ടിയുടെ ഗോൾഡ് എല്ലാം ഒരു പരിവാകും കേസൊക്കെ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത്ര ഉള്ള കേട്ടോ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോകളൊക്കെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് കേട്ടോ. ഒരു ചെറിയൊരു സ്റ്റോറി വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ആരെങ്കിലും നമ്മുടെ ഈ ഒരു വീഡിയോയിലോട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്താൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെല്ലൈക്കൺ ഇങ്ങനെ വിളിച്ചത് വീഡിയോസ് എനിക്ക് അപ്പോഴും നിങ്ങൾക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻ എനേബിൾ ആവുന്നതാണ് കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നുണ്ട്. എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.